പോയത് വളരെ പ്രതീക്ഷയോടെയാ. പക്ഷെ തിരിച്ചു വന്നത് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലും. ഞാൻ എന്തൊക്കെയോ ആണെന്നും എന്നെക്കൊണ്ട് എല്ലാം സാധിക്കുമെന്നും മനസ്സുകൊണ്ടൊരു ഉറപ്പുണ്ടായിരുന്നു. ഞാൻ എന്നെ തന്നെ പഠിപ്പിച്ചു വെച്ച പാഠം. പക്ഷെ അതെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. എന്നെക്കൊണ്ട് ഒന്നിനും കഴിവില്ലെന്നൊരു തോന്നല്. ഇത്രയും പ്രാധാന്യമേറിയ ഒരു കർമ്മം എന്റെ വിഷ്ണുവേട്ടന് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ ഒരു സങ്കടം എനിക്ക് മറക്കാൻ പറ്റില്ല. ഒരുപാട് സ്നേഹിക്കുന്നവരൊന്നും ഒരുപാട് നാൾ ഒന്നിച്ച് ജീവിക്കാറില്ലെന്നാ പറയുന്നത്. ഒപ്പം ജീവിക്കുന്നവർ ഒരുപാട് സ്നേഹിക്കാറുമില്ല. ഞാൻ പറയുന്നത് ശാലിനിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ജീവിതം നമുക്ക് പല വേഷങ്ങൾ തരുന്നു. അതിൽ ചിലത് സക്സസ് ആവും, ചിലതാകില്ല. സക്സസ് ആവാത്തതും നമുക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത് നമ്മൾ വിശ്വസിക്കുന്ന സർവേശ്വരൻ തന്നെയാണെന്ന് ഓർക്കണം. എല്ലാരും പ്രതീക്ഷിക്കുന്നത് 100% സന്തോഷം നൽകുന്ന അങ്ങനൊരു സന്തോഷം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ കിട്ടിയ ആരെങ്കിലും ഈശ്വരനെ ഓർക്കൂ? എന്നെ ഈ സങ്കടത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയോ? ഒരിക്കലും ഇല്ല. ഇതൊക്കെ നമ്മളെ തളർത്താനുള്ള പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. നഷ്ടപ്പെട്ടവരെ ഓർത്ത് സങ്കടപ്പെടേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഉള്ള ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കുക. ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ തീരുന്ന സങ്കടമാണെങ്കിൽ നന്നായിട്ടങ്ങ് പൊട്ടിക്കരയെങ്കിലും ചെയ്യുക. ശരിയാ. കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക തന്നെ വേണം. പെട്ടെന്നുള്ള വിഷ്ണുവേട്ടന്റെ വേർപാട് എന്നെ തളർത്തി എന്നുള്ളത് ശരി തന്നെയാ. പക്ഷെ ഞാൻ അതിനെ അതിജീവിക്കുക തന്നെ വേണം. അതിന് എനിക്ക് ശിവന്റെ ഒരു സഹായം കൂടി വേണം. ശാലിനി പറഞ്ഞോളൂ, ഞാൻ എന്തിനും കൂടെയുണ്ട്. വിഷ്ണുവേട്ടന്റെ ഓർഗൻസ് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹൃദയം, കണ്ണുകള്, അതൊക്കെ ആരാണെന്നൊന്ന് അറിയണം. മറ്റൊന്നിനും വേണ്ടിയല്ല. വിഷ്ണുവേട്ടനിലൂടെ ജീവിക്കുന്നവരെ എനിക്കൊന്ന് കാണുമെങ്കിലും ചെയ്യാലോ. ദൂരെ നിന്നെങ്കിലും. തീർച്ചയായും നമുക്കവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പെങ്ങളാ ചന്ദ്ര. മിക്കവാറും ശാലിനിയും കൂടെ കേൾക്കാനുള്ള കാര്യങ്ങളായിരിക്കും അവള് പറയുന്നത്. പ്രകാശിന്റെ ഗാർഡിയൻ ശാലിനിയാണല്ലോ. ഞാൻ എന്നാ സ്പീക്കറിലിടാം. ഹലോ ഏട്ടാ, അരങ്ങത്തെ കുടുംബക്കാര് കല്യാണം ഒഴിഞ്ഞു. അതൊരു നല്ല കാര്യമല്ലേ? പക്ഷെ അച്ഛൻ എനിക്ക് വേണ്ടി മറ്റൊരു കല്യാണം ആലോചിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. അതച്ഛൻ ഉറപ്പിച്ചോട്ടെ. പ്രകാശിനെയും കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാന്ന് ഏറ്റത് ശിവനാണെങ്കിൽ അത് ഞാൻ നടത്തിയിരിക്കും. അതൊന്നും നടക്കാൻ പോകുന്നില്ല ഏട്ടാ.